ആദിത്യന്റെ സ്വന്തം കാർത്തു. രചന സൂര്യകാന്തി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. എടി ചിന്നുവേ. കയ്യിലിരുന്ന നാരങ്ങാ മിഠായിലൊന്ന് വായിലിട്ടുകൊണ്ട് കാർത്തു മംഗലത്തെ മുറ്റത്ത് നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു. കാർത്തുവിന്റെ ഈ നീട്ടിയുള്ള വിളി പതിവുള്ളതാണ്. ചിന്നുവും കാർത്തു ഒരുമിച്ചാണ് കോളേജിൽ പോവാറുള്ളത്. ആ നാട്ടിലെ പ്രമാണിമാരാണ് മംഗലത്തുള്ളവർ. ശാരദക്കും രാജേന്ദ്രനും കൂടെ ഒരാണും പെണ്ണുമാണ്. ദേവനും ദേവയാനിയും. ദേവയാനിയുടെ മോളാണ് കാർത്തു നീട്ടിപിടിക്കുന്ന ചിന്നു എന്ന ചിന്മയി. ദേവയാനിയുടെ ഭർത്താവ് മരിച്ചതിൽ പിന്നെ സഹോദരന്റെ സംരക്ഷണത്തിലാണ് അവരും മോളും. ദേവനും ഉണ്ടൊരു മോൻ. ഇപ്പോൾ കക്ഷി നാട്ടിലില്ല, പുറത്ത് ബിസിനസ്സാണ്. വർഷത്തിൽ ഒരിക്കലേ മൂപ്പരോടെ കാണത്തുള്ളൂ. ആദിത്യൻ. ആ പേര് ഓർക്കുമ്പോൾ തന്നെ കാർത്തുവിനെ ഓർക്കാൻ ഒരുപാട് ഓർമ്മകളുണ്ട്. ഇന്ന് ഓർത്താൽ ഒന്നും ഓർക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ആരോ പറഞ്ഞ പോലെ കാർത്തുവിനെ പറ്റി ഓർക്കാറേയില്ല. ആ ഓർമ്മക്കുറവിന് പിന്നീടൊരു കഥയുണ്ട് കേട്ടോ. 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് കാർത്തുവിന് ചെറിയൊരു ആട്ടം കൂടിയപ്പോൾ കാർത്തു നേരെ പോയി ചിന്നുവിനോട് കാര്യം പറഞ്ഞു. കാർത്തുവിന് അരബുദ്ധിയാണ്, ചിന്നുവിനാണെങ്കിൽ 1.5 ബുദ്ധിയും. പറഞ്ഞു തിരുത്തുന്നതിന് പകരം കാർത്തുവിന് കൂടുതൽ ആടാനുള്ള പ്രോത്സാഹനം കൊടുത്തത് ചിന്നുവാണ്. ആ ധൈര്യത്തിന് പുറത്ത് കാർത്തു പോയി ആദ്യത്തിനോട് ഒരു IW പറഞ്ഞു. ആദ്യം എന്ന് ഡിഗ്രി 3ാം വർഷം മറ്റോ ആണ്. ഇപ്പൊ കുട്ടി ഒരു IW തിരിച്ചെന്ന് പ്രതീക്ഷിക്കുന്ന കാർത്തുവിന്റെ തല തിരിച്ചൊരു കൊട്ടാണ് ആദ്യം കൊടുത്ത്. ഇതാണോണ്ട് നീ സ്കൂളിൽ പോയി പഠിക്കുന്നത് എന്ന് കണ്ണുകൂർപ്പിച്ചൊരു ചോദ്യവും. മൊട്ടേന്ന് വിരിഞ്ഞില്ലല്ലോ നീയൊക്കെ എന്ന് 15 വയസ്സുള്ള യുവതിയായ എന്റെ മുഖത്ത് നോക്കിയൊരു ചോദ്യം കൂടെ അങ്ങനെ ചോദിച്ചപ്പോ കാർത്തു തകർന്ന് തരിപ്പടമായി പോയി സുഹൃത്തുക്കളെ. അങ്ങനെ കാർത്തുവിന്റെ ആദ്യത്തെ ആട്ടത്തിൽ അവന് ആണിയടിച്ച് സെറ്റായി കളഞ്ഞു. ദുഷ്ടൻ. എന്നിട്ട് അതുകൊണ്ട് നിർത്തിയോ? അതുമില്ല. കാർത്തുവിനെയും കൊണ്ട് ആദ്യത്തെ നേരെ ചെന്ന് അവളുടെ അച്ഛൻ്റെ അടുത്തേക്കാണ്. വിത്ത് പ്രേമലേഖനം. ശുഭം. അന്നുകൊണ്ട് അടിയുടെ ചൂട് ഇപ്പോഴും കാർത്തു മറന്നിട്ടില്ല. അടിച്ച് പുറംപൊളിച്ച് കളഞ്ഞ അച്ഛൻ. അതോടെ ആദ്യത്തെ പ്രേമം പൊട്ടി പാളീസായി. ഒരാഴ്ച കാർത്തു കരഞ്ഞും പിരിഞ്ഞങ്ങ് നടന്നു. ആരും മൈൻഡിന്നില്ലെന്ന് കണ്ടതോടെ ആ പരിപാടി നിർത്തി. അങ്ങനെ ഒട്ടും വേരുറക്കാത്ത ആ പ്രേമം കാർത്തു വേരോടെ പിഴുതു കളഞ്ഞു. ചിന്നു പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കയ്യിൽ നിന്നൊരു നാരങ്ങാ മിഠായി അവൾ ചിന്നുവിന് നേരെ നീട്ടി. എനിക്കൊന്നും വേണ്ട. ചിന്നു തലവെട്ടിച്ചു. വേണ്ടെങ്കിൽ വേണ്ട. കാർത്തു കയ്യിലിരുന്ന ബാക്കിയെല്ലാം കൂടെ വായിലേക്ക് ഇട്ടു. ഇത്രയും കാലത്ത് തന്നെ ഇങ്ങനെ മധുരം തിന്നാനൊക്കെ നിന്നെ കൊണ്ടേ പറ്റു കാർത്തു. ഉരുണ്ട് വരികയാണ് കേട്ടോ. ചിന്നോളെ ശാസിച്ചു. ആ ഉരുണ്ടോട്ടെ, നല്ലോണം ഉരുണ്ട് ബോൾ പോലെ ആയാ നീ എന്നെ ഉരുട്ടിക്കൊണ്ട് പോണേ കോളേജിലേക്ക്. കാർത്തു പുച്ഛത്തോടെ പറഞ്ഞു. ഇങ്ങനെ ഒരു പെണ്ണ്. ചിന്നവളുടെ തലയിൽ ഒരു കൊട്ടം കൊടുത്തു. ആടിയും പാടിയും 2 കോളേജിലെത്തി. എന്നിട്ടോ ക്ലാസ്സിലിരുന്ന് അരിമുറുക്ക് തിന്നതിന് ആദ്യത്തെ പീരീഡിന് കാർത്തുവിന് കിട്ടിയൊരു ഗെറ്റ് ഔട്ട്. അതിനുശേഷം പിന്നെ വരാന്തിയിൽ നിന്നായിരുന്നു അരിമുറുക്ക് തീറ്റ. ഇതാ കൂടുതൽ സുഖം. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് തിന്നാലോ. അതേപോലെയാണോ ആ ക്ലാസ്സിനുള്ളിൽ നിന്ന് കട്ടുന്ന്? കാർത്തു ഓർക്കൂടെ ചെയ്തു. നാളെ ഞാൻ നേരത്തെ ഇങ്ങോട്ട് വരാം. അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോകാം ഉത്സവത്തിന്. കോളേജ് വിട്ടു പോകുന്ന വഴിക്ക് കാർത്തുവും ചിന്നും കൂടെ നാളത്തെ ഉത്സവത്തിനെ കുറിച്ചുള്ള ചർച്ചകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. നാളെ ഇപ്പം എങ്ങനെ മുടികെട്ടണം, ഏത് കളർ പട്ടുപാവട ഇടണം, ആരുടെയൊക്കെ വായിൽ നോക്കണം എന്ന് തുടങ്ങി ചർച്ചകൾ നീണ്ടുപോയി. അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ ആശയദാരിദ്ര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒന്നും കിട്ടിയില്ലെങ്കിൽ ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന ശ്രീകുട്ടിയുടെ കുറ്റവും കുറവും പറഞ്ഞ സമാധാനിക്കും രണ്ടും. എന്നാലും നാവൂതിക്ക് ശീലമില്ല രണ്ടിനും. നാളത്തെ കാര്യമെല്ലാം പറഞ്ഞേൽപ്പിച്ചാണ് കാർത്തു തിരികെ വീട്ടിലേക്ക് പോയത്. പക്ഷെ പിറ്റേന്ന് കാർത്തു ആ പറഞ്ഞുറപ്പിച്ച പട്ടുപാവാടയുള്ളിൽ കയറി പറ്റാൻ തന്നെ 1 അരമണിക്കൂർ എടുത്തു. 2 ആഴ്ച മുമ്പേ തയ്പ്പിച്ച സാധനമാണ്. എന്നിട്ടിപ്പോൾ അത് അങ്ങോട്ട് കയറുന്നില്ല. തുണി വെറുതെ ഇരുന്ന് ചുരുങ്ങിയതാവുമെന്ന് അവൾ അങ്ങ് സ്വയം സമാധാനിച്ചു. ആ പട്ടുപാവടയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അനിയൻകുരിപ്പൊരു ചോദ്യം. ചേച്ചി ഭീമരഘുവിന് ഓടിക്കണം ചേച്ചി എന്ന്. പോയി ഇന്നത്തെ മൂഡ് മൊത്തം പോയി. കാർത്തു ഒന്നുകൂടെ പോയി കണ്ണാടിൽ പോയി നോക്കി. ശരിയാ, അവൻ പറഞ്ഞോളൂ ഭീമരഘുവിന് ഡ്യൂപ്പിടാം. അമ്മ ഇത് ബോറാണ് അമ്മ. അവസാനം അമ്മയോട് തന്നെ അഭിപ്രായം ചോദിച്ചു കാർത്തി. നല്ല വൃത്തികേടായിട്ടുണ്ട് എന്ന് മഹതി മറുപടിയും തന്നു. സമാധാനിപ്പിക്കാനെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞൂടെ തള്ളക്ക്. അതെങ്ങനെയാ, എൻ്റെ അല്ലേ അമ്മ എന്ന് പിറുവിറുത്തുകൊണ്ട് കാർത്തു മഞ്ഞപ്പട്ട് പാവാട ലിസ്റ്റിൽ നിന്ന് വെട്ടി. പകരം അമ്മയെ കൊണ്ടൊരു ദാവണി വലിച്ചുടിപ്പിച്ചു. അതും പൊക്കി പിടിച്ച് മംഗലത്തോട്ട് പോകുമ്പോൾ വല്ല ചുരിദാറിട്ടാൽ മതിയായിരുന്നെന്ന് തോന്നിപ്പോയി അവൾക്ക്. അങ്ങനെ ഉരുണ്ടുരുണ്ട് മംഗലത്തെത്തി. വരുന്ന വഴിക്ക് വാസുവേണ്ട പറമ്പിലെ പേരമരത്തിൽ നിന്ന് എറിഞ്ഞിട്ടൊരു പേരക്കയുണ്ടായിരുന്നു അവളുടെ കയ്യിൽ. ചിന്നുവേ എന്നത്തെയും പോലെ നീട്ടി അങ്ങ് വിളിച്ചു. ചിന്നുവിനെ പ്രതീക്ഷിച്ചിരുന്ന കാർത്തുവിന്റെ മുമ്പിലേക്ക് ആ വാതിൽ തുറന്ന് പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ ആദിത്യനായിരുന്നു. ആ ഒരൊറ്റ കാഴ്ചയിൽ കാർത്തുവിന്റെ വായിലിരുന്ന വലിയൊരു പേരക്ക കഷ്ണം തൊണ്ട വഴി അങ്ങ് ഇറങ്ങിപ്പോയി. എന്താ? ഗൗരവത്തോടൊരു മറുചോദ്യം. അത് കാർത്തു നിന്ന് വിക്കി. ആഹാ, നിനക്ക് വിൽക്കും തുടങ്ങിയോ? പരിഹാസം നിറഞ്ഞൊരു ചിരിയോടെയാണ് ആദിയുടെ ആ ചോദ്യം. മറുപടി പറയാൻ പറ്റാത്ത വിധം കാർത്തുവിന്റെ നാവ് ഇറങ്ങി അങ്ങ് പോയി. തൊണ്ട വരളുന്ന പോലെ, ചുറ്റും ഇരുട്ടാവുന്ന പോലെ. ഈ പട്ടാപ്പകൽ നേരത്തെ സൂര്യൻ പണി നിർത്തി പോയെന്നടക്കം ചിന്തിച്ചു പോയി കാർത്തു. ഒന്നും നോക്കിയില്ല. കാർത്തു അങ്ങ് മലർന്നടിച്ച തലയുറ്റി വീണു.
അതുവരെ ഗൗരവത്തിൽ നിന്നിരുന്ന ആദിത്യൻ ആ കാഴ്ചയിൽ വിളറി വെളുത്തുപോയി. ആദിത്യൻ മുണ്ടു മുറുക്കി എടുത്തുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി വന്നു. ഏയ് കാർത്തിക! ആനയുടെ കാവിൽ തട്ടി വിളിച്ചു. എവിടെ? ഒരനക്കൂല പെണ്ണിന്. ആദിക്കാകെ വെപ്രാളമായി പോയി. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് മറ്റൊരുത്തി ഇറങ്ങി വരുന്നത്. അയ്യോ കാർത്തു! തൊണ്ടപൊട്ടും വിധം വിളിച്ചുകൊണ്ട് ഒരുത്തി ആ പട്ടുപാടിയിട്ട് ഒരൊറ്റ ചാട്ടത്തിനിങ് എത്തി. അയ്യോ ആദ്യമായിട്ട് ഇവളെ കൊന്നോ? ചിന്നു പരിഭ്രമത്തോടെ ആദ്യ ഒരു നോട്ടം. ദേവരത്തെ വീക്കങ്ങ് വെച്ചെന്നാണ്ടല്ലോ, പോയി കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുപാടി. ആദ്യം അങ്ങ് ഒച്ചയെടുത്തപ്പോൾ ചിന്നു വന്നതിനേക്കാൾ സ്പീഡിൽ അകത്തേക്ക് കയറിപ്പോയി. ആദ്യ കാർത്തുവിനെ നോക്കി. കുറെ കാലത്തിന് ശേഷമല്ലേ അടുത്തുനിന്ന് ഇങ്ങനെ കാണാൻ കിട്ടുന്നു. ആദ്യ കാർത്തുവിനെ കയ്യിൽ കോരിങ് എടുത്തു. ദേഹത്തോട് അവളുടെ ശരീരം ചേർന്നപ്പോൾ പഞ്ഞിക്കെട്ട് പോലെ തോന്നി ആദിക്ക്. അപ്പോഴേക്കും വേറൊരുത്തി വെള്ളവുമായി ഇറങ്ങി വന്നിരുന്നു. ആദ്യ അവളുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിയിട്ട് തലവഴി അങ്ങ് ഒഴിച്ചു. തലയിൽ വെള്ളം വീണ പാടെ കാർത്തു സ്വിച്ച് ഇട്ട പോലെ അങ്ങ് എഴുന്നേറ്റു. മുഖത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളം വലത്തെ കൈ കൊണ്ട് വടിച്ചു മാറ്റി കാർത്തു തിരിഞ്ഞു നോക്കി. മുന്നിലിരിക്കുന്ന ചിന്നുവാണ്. അപ്പുറയിരിക്കുന്ന ആദ്യവളെ ഒട്ടും കണ്ടതുമില്ല. പോയോ? കാർത്തു ചിന്നുവിന്റെ കൈ കൂട്ടി പിടിച്ചുകൊണ്ട് ചോദിച്ചു. ആര് പോയോന്ന്? ചിന്നു നെറ്റി വിളിക്കി. ആ കാലം പോയോന്ന്, നിന്റെ ആദ്യേ. കാർത്തു പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ ചിന്നവളുടെ തിരുവാങ്ങ് പൊത്തി. എന്നിട്ട് അപ്പുറം ഇരിക്കുന്ന ആദ്യം നോക്കി വിളറിയ ചിരിയിരിച്ചു. അപ്പോഴാണ് ആരോ തന്റെ ഇടതുവശം ചേർന്നിരിപ്പുണ്ടെന്ന് കാർത്തു ശ്രദ്ധിക്കുന്നത്. കാർത്തു പതിയെ ഒന്ന് തലയിരിച്ച് നോക്കി. ദേ ഇരിക്കുന്നു നേരത്തെ പറഞ്ഞ താറ്റ് കാലൻ. കാർത്തു ഉമിനീര് വിഴുങ്ങിപ്പോയി. ആദ്യ കണ്ണു ഓർപ്പിച്ച് അവളൊരു നോട്ടം. ബാക്കിയുള്ള വെള്ളം അവിടെ തലവഴിയും കമിഴ്ത്തിക്കോ. എന്നിട്ടും ബോധം വന്നില്ലെങ്കിൽ ആ കിണറ്റിലിറങ്ങി കിടക്കാൻ പറ. തല തണുത്ത് ബോധം മുഴുവൻ വന്നാൽ എഴുന്നേറ്റ് പൊയ്ക്കോളാൻ പറ ചിന്നു. അത്രയും പറഞ്ഞുകൊണ്ട് ആദ്യം എഴുന്നേറ്റ് ഉള്ളിലേക്ക് നടന്നു. കാർത്തു ആദ്യ പോയ വഴിയെ നോക്കി ഇരുന്നു പോയി. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഓരോന്ന്. ചിന്നവളുടെ കവളിൽ ചൂണ്ടുവിരളിച്ചൊരു കുത്തു കൊടുത്തു. കാർത്തു തന്റെ ഉണ്ടക്കവൾ പതിയെ ഒഴിഞ്ഞു. അങ്ങേരെ എപ്പോ വന്നു? നീ പറഞ്ഞില്ലല്ലോ. കാർത്തു പരിഭവം പറഞ്ഞു. ആ മനഃപൂർവ്വം പറയണ്ട. ആദ്യമായിട്ട് ഇവിടെ ഉണ്ടെന്നറിഞ്ഞാ പിന്നെ ഈ ഇട്ടാവട്ടത്തിൽ നീ കാലുത്താറില്ലല്ലോ. ചിന്നു അവൾ നോക്കി കണ്ണുരുട്ടി. അത് ചിന്നു പറഞ്ഞ നേരാ. അന്നത്തെ ആട്ടിലിന് ശേഷം ആദിത്യൻ ആണിയടിച്ചതിന് ശേഷം കാർത്തു ആദിത്യന്റെ മുമ്പിൽ പോവാറേ ഇല്ല. അകലെ നിന്ന് ഇടയ്ക്ക് കാണാറുണ്ട്. ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ആദ്യം നാട്ടിൽ നിന്ന് മാറിയുന്നതോടെ കാർത്തുവിന് അത് സൗകര്യമായി. ആളെ ഇങ്ങനെ മുമ്പിൽ കാണണ്ടല്ലോ. ഇതിപ്പോ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച കാർത്തു പ്രതീക്ഷിച്ചില്ല. ഇനി മുഖാമുഖം കാണുമ്പോൾ ആറ്റിറ്റ്യൂഡ് നിൽക്കണമെന്ന് കരുതിയതാ. ഒന്ന് ചിരിക്ക കൂടി ചെയ്യരുതെന്ന് കരുതിയതാ. എനിക്ക് നിങ്ങളെ ഓർമ്മയിൽ എന്ന പോലെ പെരുമാറണമെന്ന് കരുതിയതാ. എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയല്ലോ ഈശ്വര. കാർത്തു ആത്മകഥം കൊണ്ടു. എന്നാലും ഒരാളെ കണ്ടപാടെ ബോധം പോവെന്നൊക്കെ വെച്ചാ അല്പം അതിശയുണ്ടേ. ചിന്നു മൂക്കത്തി വിരളിച്ചുകൊണ്ട് അവളെ നോക്കി. പറ്റിപ്പോയടി, ഇനി നീ യാതും പറഞ്ഞ ശവത്തിൽ കുത്താതെ. കാർത്തു ദീർഘനിശ്വാസത്തോടെ പറയവേ ചിന്നു ചിരി കടിച്ചമർത്തി. രണ്ടാളും കൂടെ അന്നേരം ഉത്സവം നടക്കുന്നിടത്ത് എത്തിയിരുന്നു. ഗജവീരന്മാരും മേളത്തിന്റെ താളവും ഉത്സവപ്പറമ്പിന് അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിക്കുന്നുണ്ടായിരുന്നു. ചുറ്റും കണ്ണിനെ അമ്പരിപ്പിക്കുന്ന വർണ്ണക്കാഴ്ചകൾ. വഴിയോരങ്ങളിൽ നിറനിൽക്കുന്ന ബലൂൺ കച്ചവടക്കാർ ശർക്കര വരട്ടിയുടെയും മറ്റും ഗന്ധം വായുവിൽ കലർന്നിൽക്കുന്നു. നിലവിളക്കിന്റെ വെളിച്ചത്തിൽ ക്ഷേത്രമുറ്റം സ്വർണ്ണ നിറത്തിൽ തിളങ്ങി. സമയങ്ങളണിഞ്ഞ ആനകൾ തലയാട്ടുമ്പോൾ കുഞ്ഞുമക്കളുടെ കണ്ണുകളിൽ അമ്പരപ്പാണ്. ആൾക്കൂട്ടത്തിനിടയിൽ ചിന്നുവിന്റെ കൈ മുറുക്കി പിടിച്ച് നടക്കുമ്പോഴാണ് അല്പം മാറി നിൽക്കുന്ന ആ രൂപം കാർത്തുവിന്റെ കണ്ണിൽ ഉടക്കിയത്. ആദിത്യൻ? കാർത്തു തന്റെ ഉണ്ടക്കണ്ണുകളൊന്ന് കൂർപ്പിച്ചു. ഒരു കസവും മുണ്ടും കടുനീല നിറത്തിലുള്ള ഷർട്ടും അണിഞ്ഞ് വലത്തെ കയ്യിലൊരു വാച്ചും ഇടത്തെ കയ്യിലൊരു ഇടിവളയും ഇട്ട് നിൽക്കുന്ന ആദിക്ക് ഒരു പ്രത്യേക തലയെടുപ്പുണ്ടായിരുന്നു. നെറ്റിയിൽ ചന്ദനക്കുറി അണിഞ്ഞിട്ടുണ്ട്. ഷർട്ടിന്റെ കൈകൾ അല്പം മുകളിലേക്ക് തെറുത്തു വെച്ച് സുഹൃത്തുക്കളോട് സംസാരിച്ചിരിക്കുന്ന അവന്റെ ആ നോട്ടം, ആ ചിരി, ഇങ്ങേർക്കിത് എന്തു മാറ്റാ ദൈവേ. ആൾ സ്വയം മന്ത്രിച്ചു. അങ്ങനെ ഏറ്റവും ഒടുവിൽ കാർത്തു സ്കാനിംഗ് റിപ്പോർട്ട് തയ്യാറാക്കി. ആ പഴയ ദുഷ്ടൻ ഇപ്പോൾ ഒരു സുന്ദരൻ ദുഷ്ടനായി മാറിയിരിക്കുന്നു എന്ന്. പക്ഷെ അതിനൊപ്പം തന്നെ മറ്റൊരു ചിന്ത കൂടെ കാർത്തുവിന്റെ ഉള്ളിൽ കയറിയങ്ങ് കൂടി. ആദിത്യന്റെ ഏഴലത്ത് പോയി നിൽക്കാനുള്ള ഒരു എടുപ്പ് തനിക്കില്ല എന്ന്. ബുദ്ധിയോ തന്നില്ല, ഒരു ചെറിയ സൗന്ദര്യങ്ങളും തരാമായിരുന്നു. അന്ന് കാർത്തുവിന് തൊഴുമ്പോൾ പരാതി പറയാനേ നേരമുണ്ടായിരുന്നുള്ളൂ. പിറ്റേന്ന് മുതൽ മംഗലത്തെ പടി കാർത്തു ചവിട്ടിയിട്ടില്ല. ആ വലിയ ഗേറ്റിനടുത്തുനിന്ന് ചിന്നുവിനെ വിളിക്കും. അതിന്റെ ഉള്ളിലേക്ക് കടന്നാൽ ഇനി ആദ്യം നേരിടേണ്ടി വന്നാലും ആ പേടിയാണ് കാർത്തുവിന്. മൂപ്പരിങ്ങനെ കാണുമ്പോൾ ഉള്ളിൽ ആ പഴയ 15കാരി സടകുടഞ്ഞ് എഴുന്നേൽക്കും. അതാണ് പ്രശ്നം. കൊക്കിനൊതുങ്ങുന്ന കൊത്തിയാമതി കാർത്തു, അവൾ സ്വയം പറഞ്ഞ് മനസ്സിനെ പഠിപ്പിക്കും. ദിവസങ്ങൾ കടന്നുപോയി. സാധാരണ ഇതേപോലെ വന്നാൽ ഒരു മാസത്തിനുള്ളിൽ ആദിത്യൻ തിരികെ പോവാറുള്ളതാ. അതേപോലെ ആളങ്ങ് പോയിട്ടുണ്ടാവുന്ന കാർത്തുവും കരുതി. ആദ്യപറ്റി ചിന്നുവിനോട് അവൾ ഒട്ടും ചോദിക്കാറേയില്ല. അന്ന് വൈകുന്നേരം ഇലയട ഉണ്ടാക്കാൻ തിരക്കിലായിരുന്നു കാർത്തുവും അമ്മയും. തിരിച്ചടിക്കാത്ത എന്തിനേയും കഴിക്കുന്ന ടൈപ്പാണ് കാർത്തു. എന്ന് കരുതി അടുക്കള കയറി മര്യാദക്കൊരു ചായ ഇട്ട് കുടിക്കാനും ഭൗതിക്ക് അറിയില്ല. പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ കാർത്തുവിന്റെ സാഹസങ്ങൾ അമ്മ അടുക്കളയിൽ അനുവദിച്ചു കൊടുക്കാറുമില്ല. 1-2 വട്ടം കാർത്തു അടുക്കളയിൽ കയറിയ അടയാളങ്ങൾ ആ അടുക്കള മൊത്തത്തിൽ നോക്കിയാൽ മനസ്സിലാവും.
കുക്കർ പൊട്ടിത്തെറിച്ച ഉൾപ്പെടെ പല വീരസാഹസിക കഥകളും കാർത്തുവിന്റെ അടുക്കള ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിന്നെ തേങ്ങ ചിരവാനോ പാത്രം കഴുകാനോ മറ്റോ മാത്രമേ അവൾ അമ്മ അടുക്കളയിൽ കയറ്റാറുള്ളൂ. നല്ല വാഴയിലയിൽ മാവ് പുരട്ടി അതിലേക്ക് ശർക്കരയും തേങ്ങയും കുഴച്ച് ഇച്ചിരി ഏലക്കാപ്പൊടിയും തൂവി ആ ആവിച്ചെമ്പിൽ അതിങ്ങനെ ആവി കയറുമ്പോൾ ഒരു മണം വരാനുണ്ട്. കാർത്തുവിന്റെ വായിൽ കപ്പലോടും. 1-2 ചിന്നിയൂന് ഞാൻ കൊണ്ടുകൊടുക്കട്ടെ അമ്മേ, ആൾക്ക് വലിയ ഇഷ്ടാ. കാർത്തു അമ്മയുണ്ടാക്കുന്ന ഇലടയിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ചിന്നുവിന് ഒരാൾക്ക് മാത്രം എങ്ങനെ കൊടുക്കാനാ പെണ്ണെ? അവിടെ വേറെ ആളുകളില്ലേ? നീ ഒരു കാര്യം ചെയ്യ്, 1-2 കൂടുതൽ എടുത്തോ. അമ്മ പറഞ്ഞവളെ നാരഞ്ചെണ്ണ അതിൽ നിന്ന് പെറുക്കിയെടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ടു. കൈ പൊള്ളിക്കല്ലേ പെണ്ണെ എന്നും പറഞ്ഞ അമ്മ അവളെ വഴക്ക് പറഞ്ഞു. തൊടിയിൽ നിന്നൊരു വാഴയില കൊണ്ടുവന്ന ആ പ്ലേറ്റ് അങ്ങ് മൂടി കാർത്തു. ആദിത്യൻ പോയി എന്നൊരു ധാരണയായിരുന്നു അന്നേരം കാർത്തുവിന്റെ ഉള്ളിൽ. പക്ഷെ ആ ധാരണ തെറ്റാണെന്ന് സ്വയം ബോധ്യപ്പെടാൻ അല്പനേരമേ കാർത്തുവിന് വേണ്ടി വന്നുള്ളൂ. ചിന്നുവിനെ നീട്ടി വിളിച്ച ഉമ്മർത്തി നിൽക്കുമ്പോൾ വാതിൽ തുറന്ന ആദിയാണ്. കാർത്തുവിന്റെ മുഖത്ത് പ്രകാശം കെട്ടുപോയി. എന്താ വീണ്ടും തലറിങ്ങി വീഴാമെന്നാണോ? ഒട്ടും മയമില്ലാത്തൊരു ചോദ്യം. ഇതെന്ത് ജീവി, ഏത് നേരം കണ്ടാലും ചാടിക്കടിക്കാൻ വരുന്നു. കാർത്തു ആദ്യം അടിമുടിയെ നോക്കിയിട്ട് ഉള്ളിൽ പറഞ്ഞു. ഇലയടയായിരുന്നു ചിന്നുവിന് കൊടുക്കാൻ. ഒരത്തെ കയ്യിലെ പ്ലേറ്റ് പൊക്കി പിടിച്ചുകൊണ്ട് കാർത്തു പറഞ്ഞു. കയറി പോര്. കനത്തിലൊന്ന് മൂളിയിട്ട് ആ ഇടിവണ്ടി വാതിക്കൽ നിന്ന് മാറി തന്നു. കാർത്തു ഉള്ളിലേക്ക് കയറി. അരികിലൂടെ പോകുമ്പോൾ അവന്റെ ഗന്ധം ആത്മാവ് വരെ തൊടുന്നുണ്ട്. അന്ന് തലചുറ്റി വീണാന്ന് കൊടുത്ത ധാവണിക്കുമുണ്ട് ആദിയുടെ പെർഫ്യൂമിന്റെ ഗന്ധം. അത് അന്നു മുതൽ അറക്കാതെ വെച്ചിട്ടുണ്ട് കാർത്തു. നീ ഇങ്ങനെ മനസ്സിലിട്ട് പൂശിടന്നാലേ നല്ല വല്ല പെമ്പിളേരും വന്ന് അവനെ കൊത്തിക്കൊണ്ടു പോകും എന്നിടക്ക് സ്വന്തം ഹൃദയം കാർത്തുവിന് മുന്നറിയിപ്പ് കൊടുക്കും. പിന്നെ ഞാനെന്ത് വേണം? നേരെ ചെന്ന് ഇടിവണിയുടെ മുമ്പിൽ കയറി കൊടുക്കണോ എന്ന് കാർത്തുവിന്റെ തലച്ചോറ് ഹൃദയത്തോട് തട്ടിക്കയറും. കാർത്തു ഉള്ളിൽ കയറി ചുറ്റും നോക്കി. ഇവിടെ ഒരു ഈച്ചക്കുഞ്ഞു പോലും ഇല്ല. കാർത്തു ആലോചിച്ച് നിൽക്കവേ പുറകിൽ വാതിലടയുന്ന ശബ്ദം കേട്ടു. കാർത്തു പതിയെ തിരിഞ്ഞു നോക്കി. വാതിലിന്റെ കുറിയെ കൈകെട്ടി നിൽപ്പുണ്ട് ഒരുവൻ. നോട്ടപ്പാടെ തന്നിലേക്കാണ്. ആ നോട്ടത്തിൽ അടിമുടി കുളിരുന്ന പോലെ തോന്നി കാർത്തുവിന്. ചിന്നുയുടെ ചിന്നുയുടെ ഇല്ല. കാർത്തു ചോദിച്ച രീതിയിൽ തന്നെ ആദ്യം ഉത്തരം കൊടുത്തു. അതങ്ങ് പറഞ്ഞിട്ട് അവൾ നോക്കിയൊരു ചിരി. ആ ചിരിയിൽ തന്നെ ഉണ്ട് ഒരു വശപ്പിശക്. എനിക്ക് പോണം. കാർത്തു വേഗത്തിൽ മുമ്പോട്ട് വന്നു. അതെന്ത് പോക്കാണ് കാർത്തുപോയി ചോദിക്കുന്നതിനൊപ്പം തന്നെ വാതിൽ തുറക്കാൻ നോക്കി അവളുടെ കയ്യിൽ പിടിച്ചൊരു വലിച്ചു ആദിത്യൻ. അവന്റെ അത്രയും തൊട്ടടുത്താണ് ഇപ്പോൾ കാർത്തു നിൽക്കുന്നത്. ഹൃദയം മിടിച്ച് ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന് തോന്നിയവൾക്ക്. നീ ഉണ്ടാക്കിയതാണോ? ആദിയുടെ നോട്ടം അവളുടെ കയ്യിലേക്ക് നീണ്ടു. എനിക്ക് തിന്നാനല്ലേ അറിയൂ, ഉണ്ടാക്കാൻ അറിയില്ലല്ലോ എന്നൊരു ഭാവമാണ് കാർത്തുവിന്റെ മുഖത്ത്. ആദിത്യൻ ആ പാത്രത്തിന്റെ മീതെ വെച്ചിരിക്കുന്ന ഇല മാറ്റി. എന്നിട്ട് അതിൽ നിന്നൊരു കഷ്ണം നുള്ളിയെടുത്ത് വായിൽ വെച്ചു. രുചിമുകുളങ്ങൾ ഉണർന്നപ്പോൾ അവൻ പയ്യെ കണ്ണുകൾ അടച്ചു. കൊള്ളാലോ, മിഴിച്ചിൽക്കാൻ നീയും കഴിക്ക്, തടിയൊക്കെ ഇങ്ങ് പോരട്ടെ. ആദ്യം പറയുന്നതിനൊപ്പം അവിടെ വായിലേക്ക് വെച്ചു കൊടുത്തൊരു കഷ്ടം കാർത്തു ആ ചാവക്കൂടെ ചെയ്യാതെ വിഴുങ്ങിക്കളഞ്ഞു. നിനക്കെന്നെ അങ്ങ് കണ്ണി പിടിക്കുന്നില്ലേ? തീറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ ചോദ്യം. കാർത്തു ആ ചോദ്യം വ്യക്തമായി കേട്ടില്ല. ഞാൻ ചോദിച്ചു കേട്ടില്ലേ? ചോദിക്കുന്നതിനൊപ്പം ആദ്യം അവളുടെ ചെവിക്കരിയിലേക്ക് ചുണ്ടടുപ്പിച്ചു. നിനക്കെന്നെ കണ്ണി പിടിക്കുന്നില്ലേ എന്ന്. കാതോരം കാറ്റുപോലെ ചോദിച്ച ആ ചോദ്യം കാർത്തി വ്യക്തമായി കേട്ടു. ആ ചോദ്യത്തിൽ ദേഹം കുളിർന്നുപോയി അവൾക്ക്. ആ കുളിരിലും കാർത്തു വിയർത്തുപോയി. കണ്ണുകൾ ചിമ്മാതെ കാർത്തു അവനെ തന്നെ നോക്കി നിന്നുപോയി. ആദിത്യൻ അവളുടെ ദേഹത്തേക്ക് പൂർണ്ണമായും ചാഞ്ഞുകൊണ്ട് ആ വാതിലിന്റെ കുറ്റി നീക്കി. ആ ഭാരം നെഞ്ചിൽ വന്ന് ചേർന്നപ്പോൾ അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു. പോകുന്നില്ലേ? മിഴിച്ചിരിക്കുന്നവളുടെ മുഖത്തിന് നേരെ വിരൽ ഞൊടിച്ചുകൊണ്ട് അവൻ പതിയെ ചോദിച്ചു. പോകുന്നില്ലേന്ന്? അതോ ഇന്നിവിടെ കൂടുന്നോ? തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്ക് നല്ല താല്പര്യമുണ്ടേ. വഷളം ചിരിയോട് അത്രയും പറഞ്ഞുകൊണ്ട് കണ്ണു ചുരുക്കിക്കൊണ്ട് നോട്ടവൻ. കാർത്തു ആ നോട്ടത്തിൽ വിരണ്ടുപോയി. ഇങ്ങനെയൊക്കെ നോക്കാവോ? മനുഷ്യനങ്ങ് ഇല്ലാണ്ടായി പോയി. കാർത്തു ഒന്നും നോക്കാതെ ഇറങ്ങി അങ്ങ് ഓടിക്കളഞ്ഞു. കാർത്തു ഓടിയ സ്ഥലത്ത് പുല്ലുപോലും മുളക്കില്ലെന്ന പോലെ ഒരു ഓട്ടം. പുറകിൽ നിന്ന് അന്നേരം ആദിയുടെ പൊട്ടിച്ചിരി അവൾ കേൾക്കാമായിരുന്നു. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ചിന്നു വിലങ്ങനെ തലയാട്ടി. പിറ്റേന്ന് രാവിലെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായത് അപ്പാടെ ചിന്നുവിന്റെ ചെവിയിലെത്തിച്ച് കാർത്തു. അന്നേരം ചിന്നുവിന്റെ പ്രതികരണമായിരുന്നു അത്. നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, എന്നെ കൊണ്ട് തന്നെ ഇതുവരെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. കാർത്തു നെടുവീർപ്പെട്ടു. നീ വല്ല സ്വപ്നം കൊണ്ടായിരിക്കും, ചിന്നു സമർത്ഥിച്ചു. നിനക്ക് എന്താ ചിന്നു, നിന്റെ ആദ്യേട്ടൻ ചെയ്തന്നെ ഞാൻ പറഞ്ഞു. അപ്പൊ ആദ്യേട്ടന് നിന്നോട് പ്രേമോ? അത് അങ്ങേർക്ക് എന്നോട്? ആ ചോദ്യം മനസ്സിലിട്ടുകൊണ്ടാണ് അന്ന് തിരിച്ച് കോളേജിൽ നിന്ന് കാർത്തു വീട്ടിലേക്ക് വന്ന്. കണ്ണാടിയിൽ തിരിഞ്ഞും മറിഞ്ഞും ഇരുന്നു നിന്നും നോക്കിയിട്ടും ആദിത്യനെ പോലെ ഒരാൾക്ക് തന്നോട് ഇഷ്ടം തോന്നാൻ മാത്രമുള്ള ഒരു പ്രത്യേകതയും കാർത്തുവിനെ കണ്ടുകിട്ടിയില്ല. ചുരുക്കി പറഞ്ഞ 4 നേരം മൂക്കുമുട്ട കഴിച്ച് 10 മണിക്കൂർ മൂടി പോച്ചുറങ്ങാനുള്ള കാർത്തുവിന്റെ വിശപ്പ് ഉറക്കമില്ല ആദിത്യൻ മോഷ്ടിച്ചു കൊണ്ടുപോയി. കണ്ണടച്ചാലും തുറന്നാലും ആദിത്യനാണ്. അവനെ പറ്റിയുള്ള ചിന്തകളാണ്. ഇതെന്തൊരു ഭണ്ഡാരം!
അടങ്ങാത്ത മനസ്സിനെ കാർത്തു നല്ല പച്ചക്ക് ചീത്ത വിളിച്ചു. എന്നിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല. ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി തുടങ്ങിയപ്പോൾ തന്നെ കാർത്തുവിന്റെ ഉള്ളിൽ ചെറിയൊരു പേടി തുടങ്ങിയിരുന്നു. സാധാരണ ചിന്നു കൂടെയുള്ളപ്പോൾ പേടി പുറത്തു കാണിക്കാറില്ല. ഇടിയും മിന്നലും കാർത്തുവിനൊരു വിഷയമാണ്. അത് കുഞ്ഞുനാൾ മുതൽ അങ്ങനെ തന്നെ. ചിന്നുവിന് സുഖമില്ലാത്തതുകൊണ്ട് അവൾ വന്നിട്ടില്ല. കോളേജ് വിട്ട് ബസ് ഇറങ്ങി ഇടവഴിയിലൂടെ നടക്കുമ്പോൾ ചുറ്റുമാകെ ഒരു മൗനമായിരുന്നു. നാട്ടിൻ പുറത്ത് ആ ഇടവഴിക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇരുവശത്തും പച്ചപ്പും വഴിയോരത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളും. മഴയുടെ ആദ്യ തുള്ളികൾ മണ്ണിൽ പതിച്ചപ്പോൾ ഉയർന്ന ആ മണ്ണിന്റെ മണം കാർത്തുള്ളിലേക്ക് വലിച്ചെടുത്തു. പെട്ടെന്നാണ് ആകാശം പൊട്ടിപ്പിളർന്ന പോലെ മഴ പെയ്ത് തുടങ്ങിയത്. എന്റെ ഈശ്വര, ഇതെന്താ കാലം തെറ്റിയൊരു മഴ! കാർത്തു തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ മഞ്ഞക്കുട നിവർത്തി. കാറ്റും മഴയും കൂടെ ആയപ്പോൾ കുട കാർത്തു പിടിച്ചെടുത്ത് കിട്ടാതെയായി. കാർത്തു കുട മുറുക്കി പിടിച്ച് ബാഗ് നെഞ്ചോടൊതുക്കി പിടിച്ച് വേഗത്തിൽ നടന്നു. ടാറിട്ട വഴിയിലെ കുഴികൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ തട്ടി ചെളി തെറിക്കാതിരിക്കാൻ അവൾ പെടാപ്പാട് പെടുകയായിരുന്നു. പെട്ടെന്നാണ് കാർത്തുവിന്റെ പുറകിൽ ഒരു ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടത്. ബുള്ളറ്റ് അവിടെ അരികിൽ വന്ന് നിന്നു. കാർത്തു കൂടാൽപ്പ് ഉയർത്തി നോക്കി. ആദിത്യൻ! കാർത്തുവിന്റെ നെഞ്ചിരിപ്പ് വീണ്ടും താളം തെറ്റി. കാർത്തു ഒന്നും മിണ്ടാ വേഗത്തിൽ അങ്ങ് നടന്നു. അതെന്ത് പോക്കാണ് മേഡം, കണ്ടിട്ടും കാണാത്ത പോലെ ഒരു പോക്ക്. ചിരിയോടെ ഓടി വന്ന ആദിത്യൻ അവളുടെ കുടക്കീഴിൽ കയറി. അയ്യോ, എന്താ ഇത്, ഇറങ്ങി! കാർത്തു ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് പരിഭ്രമത്തോടെ പറഞ്ഞു. അന്നേരം ഞാൻ ഇറങ്ങുന്നേ? ഇതിൽ രണ്ടാൾക്ക് സ്ഥലം തികയില്ല, നിങ്ങൾ പോയിക്കോ, കാർത്തു പതിയെ പറഞ്ഞു. ഓ, അത്രേ ഉള്ളോ? ചോദിക്കുന്നതിനൊപ്പം ആദിത്യൻ അവളുടെ കയ്യിൽ നിന്ന് കുടവാങ്ങി പിടിച്ചു. ഒപ്പം അവളുടെ തോളിലൂടെ കൈയിട്ട് ഒതുക്കി അങ്ങ് പിടിച്ചു. അയ്യോ, എന്തീ കാണിക്കുന്നത്? കാർത്തു തെന്നിമാറാൻ നോക്കി. അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ, കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. പറയുന്നതിനൊപ്പം അവനവളുടെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. കാർത്തുവിന്റെ കാലുകൾക്ക് ചലനം നഷ്ടപ്പെട്ടു പോയി. വിളറി വെളുത്ത മുഖത്തോടെ അവൾ ആദ്യം നോക്കി. ഏയ്, എന്താ താനിങ്ങനെ തനിച്ചു നിൽക്കുന്നേ? നമ്മൾ ക്ഷത്രിയന്മാരിങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കാൻ പാടുണ്ടോ? കളിയോടെ ആദിത്യനങ്ങ് ചോദിക്കവേ കാർത്തു മുഷ്ടിയുരുട്ടി അവന്റെ വയറിനിട്ട് തന്നെ ഒന്ന് കൊടുത്തു. അല്ല പിന്നെ ദേഷ്യം വരില്ലേ? യോ, എന്തിട്ടിയാട്ടി ഇടിച്ചേ? ആദിത്യൻ വയറൊഴിഞ്ഞു പോയി. ഇനി എന്റെ ദേഹത്തോട്ട് ഇനിയും കിട്ടും. വിരൽ ചൂണ്ടിക്കൊണ്ട് കണ്ണുമുഖം ചോപ്പിച്ചുകൊണ്ടാണ് അവിടെ ആ പറച്ചിൽ. ആദിത്യൻ ഒന്നുകൂടെ അരികിലേക്ക് നിന്നുകൊണ്ട് അവിടെ ആ ചൂണ്ടുവിരലൊരു കുഞ്ഞു മുത്തം കൊടുത്തു. കൈ നീട്ടിയടിക്കാൻ ആഞ്ഞോടെ കൈ പിടിച്ചെടുത്തുകൊണ്ട് അവൻ അതിലേക്ക് നാലായി മടക്കി ഒരു പേപ്പർ വെച്ചു കൊടുത്തു. കാർത്തുവിന്റെ നെറ്റി ഒളിഞ്ഞു. ആ പഴയ കടലാസ് കൊണ്ട് നിവർത്തി നോക്കി അവളുടെ കണ്ണുകൾ വിടർന്നുപോയി. ഒരു 15-കാരിയുടെ മനസ്സായിരുന്നു അതിൽ. ഒട്ടും കലർപ്പില്ലാത്ത സ്നേഹമായിരുന്നു അതിൽ. കഴിഞ്ഞ കുറെ വർഷങ്ങളായി മുന്നിൽ നടക്കുന്ന നിധി പോലെ കൊണ്ടുനടന്ന അവന്റെ പ്രാണനായിരുന്നു ആ വരികൾ. കാർത്തു അവന്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കി. ആദിത്യൻ കണ്ണുകൾ കൊണ്ട് പുഞ്ചിരിക്കുന്നു. എന്തൊക്കെ അവനോട് ചോദിക്കണമെന്നുണ്ട് കാർത്തുവിന്. പക്ഷേ നാവരങ്ങണ്ടേ? മുമ്പിൽ നിൽക്കുന്നവനൊരു മായാചാരക്കാരനെ പോലെ തോന്നി കാർത്തുവിന്. അവൻ തന്നെ അവനിലേക്ക് ആകർഷിക്കുന്നു. അവന് ചുറ്റും ഭ്രമണം ചെയ്യാൻ അവൻ തന്നെ ആ കാന്തിക വലയത്തിലേക്ക് ആകർഷിക്കുന്ന പോലെ തോന്നി. ഇങ്ങനെയും മഴ കൊണ്ട് നിൽക്കാതെ വീട്ടിൽ പോകാർത്തുവേ. ചിരിയോടെ കവിളൊരു മുത്തം കൂടെ കൊടുത്തു ആദിത്യൻ. കാർത്തുവിന്റെ മുഖം ചുവന്നുപോയി. എന്തായി, കാര്യം നടന്നോ? മഴ കൊണ്ടുവരുന്നവനെ നോക്കി ചിരിയോടെ ചിന്നി ചോദിച്ചു. പിന്നെ നടക്കാതെ, ആദിത്യൻ പതിയെ ചിരിച്ചു. എന്നാൽ എന്റെ കള്ള കാമുക, ഇത്രയും കാലം ആദ്യമായിട്ട് ഇതൊക്കെ മനസ്സിലിട്ട് നടക്കിയാലെന്ന് പറയുമ്പോ അതിശയം തോന്നുക. ചിന്നി ചോദിച്ചതിന് ഉത്തരമൊന്നും പറയാതെ ആദി വെറുതെ ചിരിച്ചു. ആ ചിരിക്കപ്പുറം പല നനവോർമ്മകളും ആദിയിൽ കുമിഞ്ഞുകൂടിയിരുന്നു. ഒരു 15-കാരിയായിരുന്നു അന്നേരം അവന്റെ കണ്ണിറയെ. എനിക്ക് ആദ്യേട്ടന് ഇഷ്ടമായെന്ന് പരിഭ്രമത്തോടെ പറഞ്ഞ ഒരു 15-കാരി. ഉള്ളിൽ കൂടി അവളോടുള്ള ചെറിയൊരു ഇഷ്ടം അവന്റെ വളർച്ചക്കൊപ്പം പ്രണയമായി പരിണമിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ആദിയുടെ ഉള്ളിൽ അവള് മാത്രമേ ഉള്ളൂ. തിരിച്ച് അവൾക്കും അങ്ങനെ തന്നെയാണെന്ന് ഒന്ന് ഉറപ്പുവരുത്തിയതാണ് അവൻ. കാർത്തുവിന് വീട്ടിൽ പോയി പെണ്ണി ചോദിക്കുമ്പോൾ ഇത്തിരി ജാളിതൊക്കെ ആദിക്കുണ്ടായിരുന്നു. ഒരിക്കൽ താൻ കാരണം അച്ഛന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയവളാണ്. ഇന്നിപ്പോൾ അവളെ തന്നെ എനിക്ക് തന്നേക്കോ എന്ന് ചോദിക്കാൻ അങ്ങോട്ട് തന്നെ കയറി ചെല്ലേണ്ടി വന്നു. പക്ഷേ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇരു വീട്ടുകാരൻ വിവാഹത്തിന് സമ്മതം മൂളി. പിന്നീട് അങ്ങോട്ട് ആദിയുടെ അവന്റെ കാർത്തുവിന്റെയും പ്രണയകാലമായിരുന്നു. മാമ്പഴം പോലെ മധുരിക്കുന്ന പ്രണയകാലം, കാർമേഘങ്ങൾ കൊണ്ട് കറുക്കാത്ത ഒരു പ്രണയകാലം, ബാല്യകാലം പോലെ കുസൃതി പടർത്തുന്ന ഒരു പ്രണയകാലം.